എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. എല്ലാവരും ഈ വർഷത്തെ ഓണം നല്ല സന്തോഷത്തോടും സമാധാനത്തോടും കൂടി വേണ്ടപ്പെട്ടവരുടെ ഒക്കെ കൂടെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളുടെ കുഞ്ഞ് ഓണാഘോഷമൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളുടെ ഓണാഘോഷം എപ്പോഴും സ്കൂളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ള ഓണക്കളികളായി ഓണസദ്യയായി അങ്ങനെ ആഘോഷപൂർവ്വം നമ്മുടെ സ്കൂൾ അങ്ങ് അടയ്ക്കും. ഇത്തവണത്തെ ഓണാഘോഷത്തിനുള്ള പ്രത്യേകത ഓണസദ്യ ഞങ്ങൾ ടീച്ചേഴ്സും PTA എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ സ്കൂളിലുണ്ടാക്കിയത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും ഞങ്ങൾക്ക് മുഖത്ത് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ പോയ ശേഷം ഞങ്ങൾക്ക് ചെറിയൊരു ഫോട്ടോ ഷൂട്ട് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇങ്ങനെ വയറ് നിറഞ്ഞ് കുഞ്ഞു കുട്ടികളുടെ സന്തോഷമൊക്കെ കണ്ട് ഓണാഘോഷം തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണല്ലേ. ഇത്തവണ ഓണം വന്നിരിക്കുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് എന്തായാലും പള്ളിയിൽ പോകണം. അപ്പം ഞങ്ങൾ പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്ന് വേദപാഠം ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞതെന്ന് വേദപാഠമില്ലെന്ന്. അപ്പം ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ഇത്തവണ പായസവും ശർക്കര വരട്ടിയും ചിപ്സും ഒക്കെ കിട്ടിട്ടോ. അതൊക്കെ കഴിച്ച് സന്തോഷത്തോടെ വയറ് നിറഞ്ഞ് ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി. കാരണം ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് സമയം ബാക്കിയുണ്ടല്ലോ. അപ്പം ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ്. കുറച്ച് ചെരുപ്പൊക്കെ വാങ്ങിക്കാറായിട്ടിരിപ്പുണ്ട് എല്ലാവർക്കും. അപ്പം ഞങ്ങൾ തൊടുപുഴയിൽ പാറ്റയുടെ ഷോറൂമിലേക്ക് പോവാണ്. അവിടെ ചെന്ന് ഞങ്ങൾ പല ചെരുപ്പുകളൊക്കെ എടുത്ത് മറിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ നോക്കി, അങ്ങനെ ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി കണ്ട് എടുത്തു. എനിക്കും മറിക്കുട്ടിക്കും ആണ് കേട്ടോ ചെരുപ്പ് ഇത്തവണ എടുത്തത്. കളറാണ് പുല്ലായിരിക്കുമ്പോ കാണാൻ രസമല്ല. ഫോട്ടോ കണ്ടല്ലേ ഇത്തവണത്തെ മാതാവിൻ്റെ ജന്മത്തിരുന്നാളിന് ഞാൻ നോയമ്പൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ നാഗപ്പുഴപ്പള്ളി വളരെ അടുത്തായിട്ടും അവിടെ ഒന്നും ഇതുവരെ കുട്ടികളെയും കൂട്ടി പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ വർഷത്തെ പെരുന്നാളിന് പോക്ക് ഈ 8-ാം മേളത്തിന് മുമ്പായിട്ട് നിർവഹിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സമയമുള്ളത് കൊണ്ടെന്നാൽ വേഗം അവിടെ തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ നാഗപ്പുഴ പള്ളിയിലൊക്കെ പോയി. അവിടെ കുർബാന നടക്കുമായിരുന്നു. ഞങ്ങൾ കുർബാന കണ്ടതുകൊണ്ട് മുഴുവൻ കുർബാനയൊന്നും കണ്ടില്ല. ഞങ്ങൾ എല്ലാമൊക്കെ ഒന്ന് കണ്ട് നേർച്ചയാക്കിയിട്ട് പ്രാർത്ഥിച്ച് പോകുന്നു കേട്ടോ. ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പെരുന്നാൾ കൂടാൻ പറ്റാത്ത എന്നാൽ ഈ പള്ളിയെ പറ്റിയൊക്കെ അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കതൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരും എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ നാട്ടിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ന്യൂസ്റ്റ് പഠിക്കുമായിരുന്നു. അത് കാണാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെ വരും. അപ്പം അതുപോലെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാവട്ടെ എന്നും കൂടെ ഓർത്താണ് കേട്ടോ ഇതുപോലെ വീഡിയോസിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സദ്യയുടെ മിക്ക ഐറ്റംസും തലേ ദിവസം തന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ പരിപ്പ് കറി, അതുപോലെ പായസം, പപ്പടം കാച്ചൽ, ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോയത്.
അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വാഴയിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് സദ്യയൊക്കെ കഴിച്ചിട്ട് ഇനി എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ ഓണസദ്യ കഴിക്കുമ്പോഴത്തേക്കും ഇതിൽ അവസാനം ആ പായസം, പപ്പടവും പായസവും പഴവും കൂടെ കൂട്ടി കഴിക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. അത് ആ ഇലയിൽ വെച്ച് തന്നെ കഴിക്കണം. അപ്പോൾ അതൊന്നും ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഞാനത് പ്രത്യേകം അങ്ങനെ എടുത്തിരുന്ന് ആസ്വദിച്ച് ഏറ്റവും അവസാനമാണ് കഴിച്ചത്. കൊച്ചിനെയൊക്കെ കഴിപ്പിച്ചിട്ട് ആദ്യം കഴിപ്പിച്ചു, എന്നിട്ട് പിന്നെ ഞാനിരുന്ന് കഴിച്ചു. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് എൻജോയ് ചെയ്ത് കഴിക്കാമല്ലോ, ധൃതിയില്ലാതെ. അങ്ങനെ അവസാനം ഇരുന്ന് ഞാനത് നല്ല വൃത്തിയായിട്ട് കഴിച്ച് തീർത്തു കേട്ടോ. എൻ്റെ വാഴയിലുണ്ട് മിക്കവാറും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കറികളല്ലാതെ എല്ലാം തന്നെ ഞാൻ കഴിച്ച് മാക്സിമം ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. ഉണ്ടാക്കി വെച്ച ഭക്ഷണം അത് വേസ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും സഹിക്കത്തില്ലാത്തൊരു കാര്യം. അത് ഞാൻ എൻ്റെ മക്കളോടും പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെയും ആ ഒരു ശീലം കൊണ്ടുവരണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും അതൊന്നും പോസിബിൾ ആവാറില്ല. അധിക ബലം തരണേ. അങ്ങനെ കലൂരിൽ നിന്ന് ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് ഞങ്ങൾ പാലായ്ക്ക് പോരുവാണ് ഇനി എൻ്റെ വീട്ടിലേക്ക്. അപ്പം വെക്കേഷനായിട്ട് ഇനി ഒരാഴ്ച ഇവിടെ, കൃത്യം 10 ദിവസമൊന്നും ഇല്ല ഇത്തവണത്തെ ഓണത്തെ മതി. പക്ഷേ നമുക്ക് ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കുക, അവിടെ അടിച്ചു പൊളിക്കുക, അതാണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം. സാധാരണ പോയി വന്നേ. തല പൊട്ടിയോ? ഈ റംബുട്ടാൻ മരത്തിലുള്ള ഊഞ്ഞാൽ മിക്കവാറും എപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്കല്ല അതിൽ വെക്കുന്ന തടി ഇങ്ങനെ കുശുത്തു പോകും. അപ്പം ഓണം ആയതുകൊണ്ട് പ്രത്യേകിച്ച് തടിയൊക്കെ വെട്ടിയെടുത്ത് വെക്കണമെന്ന് പിള്ളേർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് സെറ്റാകുന്നവിടെ വരെ നിന്നാടുകയാണ് നമ്മുടെ മറിയക്കുട്ടി. ഇവിടെ അമ്മ ചെറുപയർ പായസമായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അവിടെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് അടപ്രഥമനായിരുന്നു. അപ്പം ഇതൊക്കെ കഴിച്ച്, ഇതൊരു ഡിഫറെൻറ്റ് ഫീലാണല്ലോ, ശർക്കരയൊക്കെ ഇട്ട് പായസം. അതൊക്കെ കഴിച്ച് നമ്മുടെ ഫേവറേറ്റാണ് മീൻ. അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് പച്ചക്കപ്പ കിട്ടിയില്ല, അതുകൊണ്ട് ഉണക്കക്കപ്പയും മീൻ കറിയും മീൻ വറുത്തൊക്കെ വെച്ച് ഞാൻ അത്താഴം കഴിച്ചു. എനിക്കത് മതിയായിരുന്നു. വണ്ടി രാവിലെ ഞങ്ങൾക്ക് പാലായ്ക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് തേൻ വാങ്ങിക്കുന്നത് പുളിക്കിൽ ബി ഗാർഡൻ എന്ന് പറഞ്ഞാൽ നേരത്തെ വീട് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സ് ബാംഗ്ലൂരുള്ള രാജേഷും ഫാമിലിയൊക്കെ തേൻ ആവശ്യപ്പെടുന്നത് ഇവിടെ നിന്നാണ്. അപ്പം ഞങ്ങൾ അവിടുന്ന് തേൻ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. പോയ വഴിക്ക് ഞാൻ ഓർത്തത് എൻ്റെ ലിപ് ബാമൊക്കെ തീർന്നിരിക്കുക. ഞാൻ ഇവിടെ നിന്നാണ് ലിപ് ബാം വാങ്ങിച്ചത്. അത് ഒരു 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവരുടെ ലിപ് ബാം. അന്ന് വേറൊരു പാക്കിങ്ങിലായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവർ പുതിയൊരു പാക്കിങ്ങിൽ ആയ നമ്മുടെ സാധാരണ ലിപ് ബാം പോലെ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് പോലെ ഇങ്ങനെ പോപ്പ് ചെയ്ത് വരുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ഒരു സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ചു.
പിന്നെ അവിടുന്ന് എനിക്ക് സാമ്പിളായിട്ട് സെലിൻ ചേച്ചി തന്നാണ് കേട്ടോ ഇത് കണ്ടാൽ നിങ്ങൾക്കൊരു കുഴമ്പായിട്ടൊക്കെ തോന്നുള്ളൂ, പക്ഷേ ആളൊരു വിരുദ്ധനാട്ടോ. ഇത് ടൂത്ത് പേസ്റ്റാണ്. ഇതിനകത്ത് ചെറിയതായിട്ട് തവിടുണ്ട്, മാവിലയുണ്ട്, തേനുണ്ട്. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെർബലായിട്ടുള്ള ഒരു മെഡിക്കൽ പ്രോപ്പർട്ടി ഹെർബൽ ടൂത്ത് പേസ്റ്റാണ് കേട്ടോ. ആ ചെറിയൊരു തേനിൻ്റെ മധുരവും ഉണ്ട്. നമുക്കാണെങ്കിൽ പോലും നമുക്ക് പിന്നെ ഉപയോഗിച്ചിട്ട് വളരെ നല്ലതായിട്ട് തോന്നി. ഇപ്പം ഞാനാണെങ്കിലും 2-3 ദിവസമായിട്ട് ഇതാട്ടോ ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ലേ പൂവ് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കിള്ളി എടുക്കുക വേണ്ടേ? കാണിച്ചേ. ഓണത്തിനായിട്ട് ഒരു വ്ലോഗ് ചെയ്യാനായിട്ട് ശരിക്കും പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം മെമ്മറീസ് ആണല്ലോ, അതുകൊണ്ട് എല്ലാം കൂടെ കോർത്തിണക്കി ഇവിടെ ഇത് ഇരിക്കുകയാണെങ്കിൽ ഏത് വർഷം കഴിഞ്ഞാലും നമുക്കും കാണാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ആക്കിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചെറിയ ഒരു വീഡിയോ ആണ്, കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ നല്ല കുറച്ച് സമയവും ഓർമ്മകളുമാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്.